തോമസ് എഴിക്കാട്ടച്ചൻ, അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്ന പ്രൊഫസർ ഡോക്ടർ പി.സി. അനിയൻകുഞ്ഞ്, പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് നടുകരയിലച്ചൻ, പെരിയ ബഹുമാനപ്പെട്ട തോമസ് തുമ്പയിലച്ചൻ എന്നിവരും വേദിയിൽ സന്നിഹിതരാകേണ്ടതാണ്. ഈ കുടുംബ സംഗമത്തിൽ സ്വാഗതം ആശംസിക്കുവാൻ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് കുറിഞ്ഞിപ്പറമ്പലച്ചനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഏറെ അഭിമാനത്തോടുകൂടെ ഈ കുടുംബ സംഗമത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. 3 വർഷങ്ങൾക്ക് മുമ്പ് ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. അതിലൂപതയിൽ നാം ഒരു സംതൃപ്ത കുടുംബമാവുക. ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുക്കുവാൻ കൈകോർത്ത് നിന്ന എല്ലാ സുമനസ്സുകളും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. ജൂബിലി സമ്മാനമായി 125 ഭവനങ്ങൾ ലക്ഷ്യമിട്ട് നമുക്ക് 155 ഭവനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നത് ദൈവകൃപയുടെയും നമ്മുടെ ഉദാരതയുടെയും സമൃദ്ധി വിളിച്ചോതുന്നു. നിറഞ്ഞ തൃപ്തിയോടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പ്രൗഢഗംഭീരമായ ജൂബിലി സമ്മേളനത്തിനൊടുവിൽ ഇത് നമ്മുടെ കുടുംബ സംഗമമാണ്. സംതൃപ്ത കുടുംബത്തിൻ്റെ സവിശേഷതകളിലേക്ക് ഓരോ ദിവസവും വളർച്ച പ്രാപിക്കുവാൻ ഇത്തരം സംഗമങ്ങൾ ഉപകരിക്കട്ടെ. ഇവിടെ ആരെയും സ്വാഗതം ചെയ്യേണ്ടതില്ല. എങ്കിലും ഔപചാരികത പേരിൽ എന്നിൽ നിക്ഷിപ്തമായ കടമ ഞാൻ നിർവഹിക്കട്ടെ. നമ്മുടെ കുടുംബനാഥനായ അഭിമന്യ മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പൊലീത്തായാണ് ശതോത്തര രജത ജൂബിലിയിലേക്ക് നമ്മെ മുന്നിൽ നിന്ന് നയിച്ചത്. എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അഭിമന്യ ജോസഫ് ഔവത്തിൽ പിതാവ് ഒപ്പമുണ്ടായിരുന്നു. അഭിമന്യ പിതാക്കന്മാർ 2 പേർക്കും എല്ലാവരുടെയും പേരിൽ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ അതിരൂപതയുടെ അഭിമാന സ്തംഭങ്ങളായ അഭിമന്യ പിതാക്കന്മാർ സവിശേഷമായ രീതിയിൽ സ്വാഗതം അർഹിക്കുന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കോച്ചേരി, ആർച്ച് ബിഷപ്പ് മാർ അലക്സ് കാളിയാനി, ബിഷപ്പ് മാർ സൈമൺ സ്റ്റോക്ക് പാലാത്ര, ബിഷപ്പ് മാർ ജോസഫ് അദാലി എന്നിവർക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കുടുംബ സംഗമത്തിൽ മിസ്റ്ററി സാക്ഷികളുമായി എത്തിയിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട തോമസ് എഴിക്കാട്, പ്രവാസി വിചാരത്തിൽ പങ്കുചേരുന്ന ശ്രീ ജേക്കബ് ചെറിയാൻ മാറാട്ടുകളും, അതിരൂപത ഡോക്ടർ പി.സി. അനിയൻകുഞ്ഞ്, സെക്രട്ടറി വികാരിയച്ചൻ, പെരിയ ബഹുമാനപ്പെട്ട തോമസ് തുമ്പയിലച്ചൻ, പെരിയ ബഹുമാനപ്പെട്ട ജനറാളന്മാർ എന്നിവർക്കും അതിരൂപത കുടുംബത്തിന്റെ കൃത്യമായ സ്വാഗതം. അതിരൂപത കുടുംബത്തിന്റെ പ്രത്യേകമായ ആദരവിന് അർഹരായ വിവിധ മേഖലകളിൽ സവിശേഷമായ അംഗീകാരം നേടിയ വിശിഷ്ട വ്യക്തികളുടെ സന്നിഹിതരാണ്. അതുപോലെ തന്നെ വിവിധ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടവരും ഇവിടെയുണ്ട്. അവരെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വൈദികരും സന്യസ്തരും അനുയായികളുമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കുടുംബാരൂപി പുലർത്തിക്കൊണ്ട് നമുക്ക് ഈ സംഗമം ഭംഗിയാക്കാം. ദൈവത്തെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. അതിരൂപത ദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനെ ക്ഷണിച്ചുകൊണ്ടു.
അഭിനന്ദ നേതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഉച്ചകഴിഞ്ഞുള്ള ഈ സമ്മേളനം യഥാർത്ഥത്തിലൊരു കൃത്യമായ ഒരു കുടുംബ സമ്മേളനമാണ്. നമ്മുടെ അതിരൂപത ദിനത്തിൻ്റെ പ്രത്യേകമായ സമ്മേളനമായിട്ട് ഈ സമ്മേളനത്തെ കാണാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. എല്ലാവരും തന്നെ പോകുവാനുള്ള വ്യഗ്രതയിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ സെഷൻ അധികം സമയം ദീർഘിക്കുകയില്ല. അതുകൊണ്ട് ഇത് സമാപിക്കുന്നത് വരെ ഇവിടെ ആയിരിക്കുവാനുള്ള സന്മനസ്സും ക്ഷമയും എല്ലാവരും കാണിക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മക്കളാണ് നമ്മുടെ അഭിനന്ദ നേതാക്കന്മാർ. നമ്മുടെ അതിരൂപതയിൽ നിന്ന് മിഷൻ രംഗങ്ങളിൽ സേവനം ചെയ്യുന്ന നേതാക്കന്മാർ. എന്ന രീതിയിൽ സിംബാബ്വേയിൽ സേവനം ചെയ്യുന്ന അഭിമന്യ കൊച്ചെഴുതിയതാണ്. സിംബാബ്വേയിലെ തന്നെ ആർച്ച് ബിഷപ്പ് അടുത്ത കാലത്ത് അഭിഷിക്തനായ നമ്മുടെ അതിരൂപതയിൽ വള്ളഞ്ചിറ ഇടവക്കാരനായ അഭിമന്യ അലക്സ് തോമസ് കാളിയാനിലാണ്. അതുപോലെ തന്നെ ഉദയപൂർ രൂപതയുടെ അധ്യക്ഷനായ നെടുകുന്നം ഇടവക്കാരൻ അഭിമന്യ പദാലിതാണ്. ജഗദൽപൂർ മിഷൻ രൂപതയുടെ നമ്മുടെ ചേനാശ്രോമ സഭയുടെ ജഗദൽപൂർ മിഷൻ രൂപതയുടെ ചങ്ങനാശ്ശേരിക്കാരൻ അഭിമന്യ സൈമൺ സ്റ്റോക്ക് വാരാട്ടത്തിലാണ്. ഇവരെല്ലാം നമ്മുടെ അതിരൂപത കുടുംബത്തിലെ അഭിമാന മക്കളാണ്. ഇതുപോലെയുള്ള പിതാക്കന്മാരെ ഇനിയും സൃഷ്ടിക്കേണ്ട രൂപതയാണ് നമ്മൾ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ നിന്നൊക്കെ ഒരുപക്ഷെ ഭാവി പിതാക്കന്മാർ, പുത്രാന്മാർ, പ്രവിത്തന്മാർ ഉണ്ടാകും എന്ന് നമുക്ക് ന്യായമായി പ്രതീക്ഷിക്കാം. ഈ കുടുംബ സമ്മേളനം കൃത്യമായ ഒരു അനുഭവമാണ് ആകണം. നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മുടെ അതിരൂപതയിൽ വിശിഷ്ടമായ സംഭാവനകൾ ചെയ്ത, മികച്ച നേട്ടങ്ങൾ കൈവരിച്ച, സുസ്ഥിരമായ സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഏതാനും മക്കളെ നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യും. അതുപോലെ ഭാവിയിൽ അനുമോദിക്കപ്പെടേണ്ടവരായിട്ട് ധാരാളം പേര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ജൂബിലി സമാപന ദിവസം അൽമായ വർഷത്തിൻ്റെയും സമാപനം കുറിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ രൂപതാംഗമായ ഒരു അൽമായനെ തൊമ്മച്ചനെ നാമകരണങ്ങൾ ആരംഭിക്കുവാനുള്ള തീരുമാനം നിങ്ങളെ അധികമായിട്ട് അറിയിക്കുകയും ചെയ്യാം. അതിൻ്റെ ഉദാഹരണം ജനാലക്ഷൻ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. കൂടാതെ നമുക്ക് നമ്മുടെ അതിർവാദിനത്തിൽ ഏതാനും ദേവാലയ പള്ളികൾ ഇടമകളായിട്ട് എടുത്താറുണ്ട്. ഈ വർഷം 2 ഇടവ പള്ളികൾ പടാനും കുമാരനല്ലൂരും സ്വതന്ത്ര ഇടങ്ങളായിട്ട് ഉയർത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ അതിർത്തി തിരിഞ്ഞ വിശുദ്ധിയായിട്ട് പുലിമുഖം ഭക്തമറിയും പള്ളിയും ഉയർത്തപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വിജ്ഞാപനം ഇവിടെ വായിക്കുന്നു. ഈ അടുത്ത വർഷത്തെ അതിരൂപതാ ദിനം ഏറ്റെടുത്ത് ആഘോഷിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്ന മണിമല റോനയിൽ ഈ അതിരൂപതാ ദിനത്തിൻ്റെ പതാകയുമായി അടുത്ത അതിരൂപതാ ദിനത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ഇത് ജൂബിലിയുടെ സമാപനം. നമ്മുടെ സഭ 1-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന സഭയാണ്.
ഈ കഴിഞ്ഞ 125 വർഷക്കാലം ഒരു സ്വതന്ത്ര സഭയായി വളർന്നു നമ്മുടേതായ വ്യക്തിത്വവും തനിമയും സംരക്ഷിച്ച് സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനിയും ഭാവി പരിപാടികൾ നമുക്ക് കൃത്യമായി നിർണയിച്ച് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഈ ജൂബിലി വർഷത്തിലും അതിൻ്റെ ആചരണത്തിലുമൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രമിച്ചു. ആ കാഴ്ചപ്പാടനുസരിച്ച് ഇനിയും നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ അനുരൂപത ഒരു കുടുംബം എന്ന അനുഭവം അത് അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അനുഭവവേദ്യമാകേണ്ടത് ആവശ്യമാണ്. സ്നേഹിക്കുന്ന ഒരു പരസ്പര സ്നേഹമുള്ള കുടുംബം, സമാധാനം അനുഭവിക്കുന്ന കുടുംബം, സംതൃപ്തിയോടെ ജീവിക്കുന്ന കുടുംബം, പരസ്പരം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന കുടുംബം, തെറ്റുകൾക്കും വീഴ്ചകൾക്കും ഇടയാകാൻ തിന്മയ്ക്ക് അടിമപ്പെടാതെ അന്തസ്സോടെ ജീവിക്കാൻ സാധിക്കുന്ന കുടുംബം. അങ്ങനെ ഈ കുടുംബത്തിന് ജീവിക്കാൻ സാധിച്ചാൽ ധാരാളം നന്മകൾ ചെയ്യുവാൻ, സംഭാവനകൾ ചെയ്യുവാനുള്ള കരുത്ത് നമുക്ക് ഉണ്ടാകും. അതിനായി ദൈവകൃപയിൽ ആശ്രയിച്ച് ഒന്ന് ചേർന്ന് ഏകമനസ്സോടെ ഏകഹൃദയത്തോടെ മുന്നേറാം. ഏതാണ്ട് 430 വൈദികരും 4 ലക്ഷത്തിനടുത്ത വിശ്വാസികളും 3000 സന്യസ്തരും ഉൾക്കൊള്ളുന്ന ഇത്രയും പേർ സജീവമായിരിക്കുന്ന ഒരു അതിരൂപതയാണ് നമ്മുടെ ഈ അതിരൂപതയിൽ നിന്ന് 3000-ലധികം വിഷ്ണുമാർ വൈദികരും സന്യസ്തരുമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നു. ഇതുപോലെയുള്ള സംഭാവനകൾ ലോകത്തിന് പകരുവാൻ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് സാധിക്കണം. പ്രവാസികളായ മക്കളെ പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കണം. അവരുടെ ഏതാനും പ്രതികളെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ആ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് കരുത്തും ദൈവകൃപയും ഉണ്ടാകുവാൻ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരുമായുള്ള നല്ല ബന്ധം എന്നും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുടുംബ സംഗമത്തിന്റെ അതിരൂപത ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വന്ന സഞ്ജീവ് ജോസഫിനെ കാത്ത് പിതാവ് സ്റ്റേജിന്റെ സമീപം നിന്നു. കേരള അസീസി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പുത്തൻപറമ്പിൽ തോമച്ചന്റെ നാമകരണ നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനുള്ള വിജ്ഞാപനം പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് നടുവേലി അച്ഛൻ ഇപ്പോൾ വായിക്കുന്നു. പിതാവ് അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. അതിൻ്റെ പേരിൽ വായിക്കുകയാണ്. കേരള അസിസി എന്നറിയപ്പെടുന്ന പുണ്യശ്ലോകനായ പുത്തൻപറമ്പിൽ തോമച്ചൻ 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരള സഭയിൽ ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ ശക്തമായ ചലനം സൃഷ്ടിച്ച ആത്മായ പേഴ്സനാണ്. പുത്തൻപറമ്പിൽ പീരിപ്പോസ് ദേശീയമാരുടെ മകനായി 1836 ജൂലൈ 8-ാം തീയതി ജനിച്ച തോമച്ചൻ 1908 നവംബർ 1-ന് 72-ാമത്തെ വയസ്സിൽ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. എടത്തുവാ സെന്റ് ജോർജ് ഫുർഗനാപ്പള്ളിയോട് ചേർന്നുള്ള അദ്ദേഹത്തിന്റെ കബറിടം ധാരാളം ഭക്തജനങ്ങൾ സന്ദർശിക്കുകയും ഈ പുണ്യാത്മാവിന്റെ സ്വർഗീയ മാധ്യസ്ഥ്യം തേടി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു വൈദികനാകുവാനെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു പുത്തൻപറമ്പിൽ തോമച്ചൻ. എങ്കിലും വിധവയായ അമ്മയുടെ ആഗ്രഹം മൂലം ഏറെ നാളത്തെ ആലോചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം തന്റെ 20-ാം വയസ്സിൽ വിവാഹ ജീവിതത്തിലെ പ്രവേശിച്ച് ദൈവാനുഗ്രഹത്താൽ 3 മക്കൾക്ക് ജന്മം നൽകി. ആത്മീയ ജീവിതത്തോടുള്ള അഭിമാനിച്ച ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ച തോമച്ചൻ സുവിശേഷ പ്രബോധനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. സ്വയം വിശദീകരിക്കുന്നതിന് വേണ്ടി തന്റെ 29-ാമത്തെ വയസ്സിൽ സ്വന്തം ഇടവകയിൽ ഒരു ഭക്ത സംഘടന ആരംഭിച്ചു. ആദ്യകാലത്ത് ചരടി വ്യക്തികളുടെ സംഘം എന്നറിയപ്പെട്ട ഈ സംഘടന പിന്നീട് ഫ്രാൻസിസ്കൻ 3-ാം സഭയുടെ നിയമാവലിയെ സ്വീകരിച്ച് ഫ്രാൻസിസ്കൻ ആത്മായ സംഘടന എന്ന പേരിൽ അറിയപ്പെട്ടു. കേരള സുറിയാനി സഭയിൽ സ്ഥാപിതമായ ഫ്രാൻസിസ്കൻ ക്ലാര സഭയുടെയും ദിവികാരുണ്യ ആരാധനാ സഭയുടെയും ആരംഭത്തിൽ തോമച്ചന്റെ ആത്മീയ പ്രചോദനം ഏറെ സഹായമായിട്ടുണ്ടായിരുന്ന വസ്തുത ഈ അവസരത്തിൽ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. തോമച്ചൻ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്
എല്ലാ ദിവസവും ദിവ്യബലിയിലും മറ്റു നിത്യങ്ങളിലും ഭക്തിപൂർവ്വം പങ്കെടുക്കുക, രോഗികളെ സന്ദർശിച്ച് ആത്മരക്ഷയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക, അവരെ ശുശ്രൂഷിക്കുക, അഗതികളെയും അനാഥരെയും സഹായിക്കുക, കുടുംബകലഹങ്ങൾ പറഞ്ഞു തീർത്ത് രമ്യപ്പെടുത്തുക, മദ്യപാനികളെയും അബദ്ധസഞ്ചാരികളെയും ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരിക, പാവപ്പെട്ടവരെ സഹായിക്കുക തുടങ്ങി നിരവധി പുണ്യപ്രവർത്തികൾ മൂന്നാം സഭാംഗങ്ങൾ ചെയ്തു പോന്നു. സമൂഹത്തിന്റെ അടിത്തറ കുടുംബമാണെന്ന ബോധ്യമുണ്ടായിരുന്ന തൊമ്മച്ചൻ തന്റെ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിയിരുന്നത്. ഒരു ഉത്തമ കുടുംബനാഥൻ എന്ന നിലയിൽ സ്വന്തം ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിന് ശരിയായ ജീവിതസാക്ഷ്യം നൽകുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ വീരോചിത സുഹൃതങ്ങൾ നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ന്യായികൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു. നമ്മുടെ അതിരൂപത ശതോത്തര രജത ജൂബിലിയുടെയും അൽമായ വർഷാചരണത്തിന്റെയും സമാപനം കുറിക്കുന്ന ഈ അവസരത്തിൽ തൊമ്മച്ചന്റെ മാധ്യസ്ഥ ശക്തിയെ വിശ്വസിച്ചിരുന്ന നിരവധി പേരുടെ ദീർഘകാലത്തെ അപേക്ഷകൾ പരിഗണിച്ച് സഭയുടെ പൊതുശ്ലോകനായി ഈ മകന്റെ നാമകരണ നടപടി ആരംഭിക്കുവാൻ സാധിക്കുന്നത് തികച്ചും ദൈവഹിതമാണെന്ന് വിശ്വസിക്കുന്നു. പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ നാമകരണ നടപടികൾ ജൂൺ 29-ാം തീയതി അദ്ദേഹത്തിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന എടത്വാ സെന്റ് ജോർജ് പള്ളിയിൽ വെച്ച് ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ്. അതോടുകൂടി അദ്ദേഹം സഭയുടെ ദൈവദാസനായി അറിയപ്പെടുന്നു. പുത്തൻപറമ്പിൽ തൊമ്മച്ചനുമായി ബന്ധപ്പെട്ട രേഖകളോ വസ്തുക്കളോ വിവരങ്ങളോ അദ്ദേഹത്തിന് മാധ്യസ്ഥ്യാലയത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് സാക്ഷ്യമോ നൽകാനുണ്ടെങ്കിൽ എന്നെയോ അഭിനന്ദാനെ ബഹുമാനപ്പെട്ട പോസ്റ്റ് റവണൻ ഫാദർ സെബാസ്റ്റ്യൻ പുതിയുടെ വായ്പനെയോ അദ്ദേഹത്തിന്റെ അഡ്രസ് ഗത്സമനി കപ്പുച്ചിൻ ആശ്രമം വാഴപ്പള്ളി ചങ്ങനാശ്ശേരി വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. ഈ നാമകരണ നടപടികൾ വഴി ദൈവഹിതം മാത്രം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർ ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത. കുമാരനല്ലൂർ സെന്റ് തോമസ്, പറ സെന്റ് ആന്റണീസ് ദൈവാലയങ്ങളെ ഇടവകകളായി പുലിമുഖം മത്തമലയും സ്വതന്ത്ര കുരിശുപള്ളിയായി ഉയർത്തിക്കൊണ്ടുള്ള അഭിമന്യ പിതാവിന്റെ ഡിഗ്രി ബഹുമാനപ്പെട്ട ചാൻസലർ ടോം പുത്തങ്കളം അച്ഛൻ വായിക്കുന്നു. ഈ സമയം പ്രസ്തുത പള്ളികളിൽ നിന്നുള്ള വൈദികരും പ്രതിനിധികളും വേദിയുടെ സമീപത്തേക്ക് കടന്നു വരുന്നു. പറ കുരിശുപള്ളി ഇടവകയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഡിഗ്രിയുടെ സംക്ഷിപ്ത രൂപം ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലീത്ത പള്ളി വികാരി തുമ്പയിൽ വലിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും, പറ സെന്റ് ആന്റണീസ് കുരിശുപള്ളി വികാരി അറക്കൽ ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനും വിശ്വാസികളേവർക്കും ആശീർവാദം. സുദീർഘവും സമ്പന്നവുമായി ക്രൈസ്തവ പൈതൃകം ഉൾക്കൊള്ളുന്നതും നൂറ്റാണ്ടുകളിലൂടെ പല ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുമായ വിശ്വാസ സമൂഹമാണ് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലീത്തൻ ഇടവക. മാർത്തോമാ ശ്ലീഹായ സ്ഥാപിതമായ നിരണം പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നതാണ് ചങ്ങനാശ്ശേരിയുടെ ക്രൈസ്തവ ചരിത്രം. പുരാതനമായ ചങ്ങനാശ്ശേരി ഇടവകയിൽ നിന്നും ജന്മമെടുത്ത ചങ്ങനാശ്ശേരിയിലും പ്രാന്തപ്രദേശങ്ങളിലുള്ള ഇതര ഇടവക ദേവാലയങ്ങൾ പോലെ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്തൻ പള്ളിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പറ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ആന്റണീസ് കുരിശുപള്ളി ഇന്ന് ഒരു സ്വതന്ത്ര ഇടവപ്പള്ളിയായി പ്രഖ്യാപിക്കാൻ തക്ക വിധം വളർന്ന് വികസിച്ചു എന്നതിൽ സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പറ കുരിശുപള്ളി ഇടവകാംഗങ്ങൾ അഭ്യർത്ഥനയെ മാനിച്ചു. അതിരൂപത ആലോചന സമിതിയും വൈദിക സമിതിയും ഇത് സംബന്ധിച്ച് നൽകിയ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. വിശ്വാസ സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കി എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അജപാല അധികാരം ഉപയോഗിച്ച് ശതോത്തര രജത ജൂബിലി സമാപനം ആഘോഷിക്കുന്ന ഇന്ന് 2012-ാം ആണ്ട് മെയ് 19-ാം തീയതി പറ സെന്റ് ആന്റണീസ് കുരിശുപള്ളിയെ ഒരു സ്വതന്ത്ര ഇടവകയായി ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത. പറ കുരിശുപള്ളിയുടെ വികാരിച്ചനും മെത്രാപ്പൊലീത്തൻ പള്ളിയുടെ വികാരിച്ചനും അതുപോലെ കൈക്കാമന്മാർ ഒരുപോലെ അഭിമന്യ പിതാവിൽ നിന്നും പ്രഖ്യാപനത്തിലേക്ക് സ്വീകരിക്കും. കുമാരനല്ലൂർ കുരിശുപള്ളിയുടെ പ്രഖ്യാപന ഡിഗ്രി കുടമാളൂർ സെന്റ് മേരീസ് കൊറോന പള്ളി വികാരി കൂടത്തിൽ പെരിയമാരുടെ ജോർജ് അച്ഛനും, കുമാരനല്ലൂർ സെന്റ് തോമസ് കുരിശുപള്ളിയുടെ വികാരി ചക്കാത്ര ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനും ഇടവകാംഗങ്ങളായ വിശ്വാസികളേവർക്കും ആശീർവാദം. ഒരു സഹസ്രാബ്ദത്തോളം പൗരാണികതയുള്ള കുടമാളൂർ സെന്റ് മേരീസ് ഇടവക സമൂഹം ശ്രേഷ്ഠമായ ക്രൈസ്തവ പാരമ്പര്യത്താൽ സമ്പന്നമാണ്. കാലാന്തരത്തിൽ കുടമാളൂർ പള്ളിയിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വതന്ത്ര ഇടവകളായ പള്ളികളാണ് താഴത്തങ്ങാടി, കുമരകം, കിളിയൂർ, ഐക്കരച്ചിറ, വാറമ്പുഴ, വില്ലൂന്നി, മുടിയൂർക്കര, ആർപ്പൂക്കര തുടങ്ങിയവ. വിശുദ്ധ അൽഫോൻസായുടെ ജന്മദിനം മാമോദീസായ്ക്ക് സാക്ഷ്യം വഹിച്ച കുടമാളൂർ ഇടവക
വീണ്ടും അതിന്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. കുമാരനെല്ലൂർ കുരിശുപള്ളി ഇടവാങ്ങുന്ന അഭ്യർത്ഥനയെ മാനിച്ചു. അതിലൂടെ ആലോചന സമിതിയും വൈദിക സമിതിയും സംബന്ധിച്ച് നൽകിയ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. വിശ്വാസ സമൂഹത്തിന്റെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കി എന്നിൽ ലക്ഷ്യമായിരിക്കുന്ന അജപാനക്കാർ ഉപയോഗിച്ച അതിരൂപത സദോത്തര രജത ജൂബിലി സമാപന ദിനമായ ഇന്ന് 2012 മെയ് 19 സെന്റ് തോമസ് കുരിശുപള്ളിയെ ഒരു സ്വതന്ത്ര പദവിയിലുള്ള ഇടവകയായി ഇതിന് പ്രഖ്യാപിക്കുന്നു. ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത. പുലിമുഖം മർത്തോമൻ ചാപ്പലിന്റെ പ്രീസ്റ്റ് ഇൻചാർജ് മുഴുവൻ ചെറുവയിലെ ബഹുമാനപ്പെട്ട ജോസഫ് വിശ്വാസികളേവർക്കും ആശീർവാദം. കിടങ്ങറ വെള്ളിനാട് പുലിമുഖം ഭാഗത്ത് താമസിക്കുന്ന കിടങ്ങറ ഇടവക്കാരായ വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങളുടെ സുഗമമായ നിർവഹണത്തിനും വിശ്വാസ പരിശീലനത്തിനും വൈദിക അജപാന സൗകര്യങ്ങൾ മുൻനിർത്തി പുലിമുഖം മർത്തോമൻ ചാപ്പലിനെ അതിർത്തിതിരെ കുരിശുപള്ളിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത സദോത്തര രജത ജൂബിലി സമാപന ദിനമായ 2012 മെയ് 19 നൽകപ്പെട്ടത്. ജോസഫ് പെരുന്തോട്ടം, ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത. എല്ലാവർക്കും നന്ദി. തിരുവനന്തപുരം കുമാരകുളത്തു നിന്ന് വന്ന SD സിസ്റ്റേഴ്സ് സ്റ്റേജിന് അടുത്ത് എത്തുവാൻ അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ സെന്റ് ജോസഫ് ആറാട്ടുപുഴയിൽ എത്തിയ ബാബു വാടിയയ്ക്ക് സ്റ്റേജിന്റെ പിന്നിൽ കുടുംബ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബാംഗങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിക്കുക. ഇവിടെ ശതോത്തര രജത ജൂബിലി അവസരത്തിൽ ഇതിനു മുമ്പുള്ള അതിരൂപത ദിനാചരണത്തിൽ നിന്ന് വ്യത്യസ്തമായി 40 പ്രഗത്ഭരെയാണ് നമ്മൾ ആദരിക്കുന്നത്. അതിൽ 3 വ്യക്തിത്വങ്ങളെ നമ്മൾ രാവിലത്തെ സെഷനിൽ ആദരിക്കുകയുണ്ടായി. ബാക്കി 37 വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ നാം ആദരിക്കുന്നത്. അവരുടെ സംഭാവനകൾ പരിശോധിക്കുമ്പോൾ ഓരോ വ്യക്തിയെയും ആദരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഓരോ മഹാസമ്മേളനങ്ങൾ കൂടേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടും ഈ ഒരു ശതോത്തര രജത ജൂബിലി ആചരണത്തിന്റെ പ്രസക്തിയും അനുഗ്രഹീത അവസരവും മനസ്സിലാക്കി നമ്മൾ ഇവരെ ആദരിക്കുകയാണ്. അഭിവന്യ പിതാവ് ആദരിക്കുകയാണ്. ഓരോ വ്യക്തിത്വങ്ങളുടെയും ശ്രദ്ധേയമായ സംഭാവനയെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ ഒറ്റ വാചകം മാത്രമേ പറയാനായിട്ട് സമയമുള്ളൂ. വളരെ ദീർഘമായ കാര്യങ്ങൾ ഓരോരുത്തരെയും പറയാനുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അതിരൂപതയുടെ അഭിമാന പുത്രനാണ് അപ്പസ്തോലിക് നുൻഷ്യോ ആയിരിക്കുന്ന അഭിവന്യ മാർ ജോർജ് ഓച്ചേരി പിതാവ്. പിതാവ് അതിരൂപതയ്ക്ക് നൽകുന്ന മനസ്സറിഞ്ഞ സ്നേഹം എപ്പോഴും നെഞ്ചിൽ സൂക്ഷിച്ചുകൊണ്ട് അതിരൂപത അതിന്റെ മേലധ്യക്ഷനായ ജോസഫ് പെരുന്തോട്ടം പിതാവിനോട് ആദരിക്കുന്നു. very respected and right son is Grace Marjoch Kocheri, Apostolic Nuncio, Zimbabwe. His Excellency Mar Simon Stock Palata, കഴിഞ്ഞ 50 വർഷക്കാലമായി പ്രതികൂല സാഹചര്യത്തിൽ വടക്കേ ഇന്ത്യയിൽ ഈശോയുടെ സ്നേഹം സാധാരണക്കാരുടെ വാഹനമായ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം അറിയിച്ച
His Excellency Mar Simon Stoke Padata പിതാവിന് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നൽകുന്നു. മൂന്നാമതായി His Excellency Mar Joseph Padavil, the Archdiocese proudly honors the beloved son His Excellency Bishop of Udaipur for his zealous missionary activity. നാലാമതായി നമുക്കറിയാം പ്രത്യേകമായിട്ട് പിതാവ് ജൂബിലിയുടെ നിമിഷമാണ്. സിംബാബ്വേയുടെ മെത്രാപൊലിത്തയായിരിക്കുന്ന ഗ്രേറ്റ് മാർ അലക്സ് തോമസ് കലയാനി in his sacerdotal jubilee year. We greet you in a special way of your grace, and the Archdiocese honors you. ലോക ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ ടീം അംഗമായി നമ്മുടെ അതിരൂപതയിലെ ആലപ്പുഴ പുത്തനങ്ങാടിയിൽ നിന്നും ഉള്ള മിസ് മരിയ റാണി പുത്തനങ്ങാടിയിലെ അതിരൂപതയുടെ ആദരവ് പ്രോത്സാഹനം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു. മിസ് മരിയ റാണി പുത്തനങ്ങാടി സഭാശാസ്ത്ര രംഗത്തും വിശുദ്ധ ഗ്രന്ഥ രംഗത്തും ലിറ്റർജിക്കൽ